ഉണ്ടാകുള്ളൂ. ദക്ഷിണ കൊറിയയിലെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണമേ ഉണ്ടാകൂ. USSRൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഉണ്ടായത്. റഷ്യയിലെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണമേ ഉണ്ടാകൂ. അവിടെ ഒരു ജനാധിപത്യ ഭരണം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയിൽ ഏത് ഭരണവും ഉണ്ടാകാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണസമിതി നിലനിൽക്കണമെന്ന് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഭരണം തട്ടിയെടുക്കാൻ ഇന്ത്യയിലെ ഈ കർഷകന്മാർക്ക് കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തുറച്ചു നോക്കുകയാണ്. അധികാരത്തിലെത്തിയിട്ട് ഇനി ഒരു കാലത്തും കോൺഗ്രസ് ഉണ്ടാകില്ല, ഇനി ഒരു കാലത്തും കോൺഗ്രസ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്ക് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു ഞങ്ങൾ 400 സീറ്റ് ജയിക്കുമെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നേ കോൺഗ്രസ് സീറ്റ് പറഞ്ഞിട്ടില്ല. 3-2 ഭൂരിപക്ഷം ലഭിച്ച കാലമുണ്ട്. രാജീവ് ഗാന്ധിക്ക് 3-2 ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 400 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ 450 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പാകെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ച് ഇലക്ഷനെ നേരിടുക മാത്രമാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞത് ഞങ്ങൾക്ക് 400 സീറ്റ് ലഭ്യമാകുമെന്നാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് 400 സീറ്റ് ലഭ്യമാവുക? ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടല്ലേ? ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മറികടക്കാൻ എന്താണ് മാർഗമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട്, ഇലക്ഷൻ സംവിധാനത്തെ കശാപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഭരണഘടനാപരമായിക്കൊണ്ട് നാം സൃഷ്ടിച്ച ഇലക്ഷൻ കമ്മീഷനെ അതിനെ ദുർവിനിയോഗം ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തി ഇലക്ഷനെ അട്ടിമറിച്ചുകൊണ്ട് അവിടേക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ളതായ ധീരമായ ശ്രമമാണ് BJP ഇന്ത്യൻ നാഷണൽ നടത്തിയത്. അത് നിങ്ങൾ യഥാസമയം അതിന്റെ അപാകത പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പറയുന്നത്. യഥാസമയം ഇലക്ഷൻ അതിന്റെ പരാതി ഉന്നയിക്കാൻ അതിനാവശ്യമായ വോട്ടേഴ്സ് ലിസ്റ്റ് അത് ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായി. ഡിജിറ്റൽ ലിസ്റ്റ് ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള ഒരു നാട്ടിൽ സ്വാഭാവികമായിക്കൊണ്ട് ഇവന്മാർ ആലോചിച്ച അജണ്ട അനുസരിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തുകയും അവിടെ വോട്ട് അവർക്ക് ആർക്കൊക്കെ വോട്ട് വേണോ അവർക്കൊക്കെ 1, 2, 3, 4, 10 വോട്ടുകൾ നൽകിക്കൊണ്ട് അങ്ങനെ ഇലക്ഷനെ ആകെ തന്നെ ജനാധിപത്യത്തെ ഇവന്മാർ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവന്മാർ അധികാരത്തിലെത്തുകയുണ്ടായി. അത് പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാനിടയാകുന്നത്? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുന്നത് എന്ന ധാരണയുണ്ടാവുക. ഹരിയാനയിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവേകൾ പറയുക. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കേണ്ട, കോൺഗ്രസിന് കൂടുതൽ MP മാരുണ്ടാകേണ്ട ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ BJP അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി.